ഗായ്സ്, സുമീറ്റ്സ് ആർട്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ വരച്ചിട്ടുള്ള കുറച്ച് പോർട്രേറ്റ്സ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ആദ്യമായിട്ട് ഞാൻ വരച്ച പോർട്രേറ്റാണ്. ഇതായിരുന്നു മനസ്സിലായി കാണുമല്ലോ, ഇത് വിജയാണ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ്. ഞാൻ ഈ വിജയുടെ ഫോട്ടോ ഒക്കെ ഇടുന്നത് കണ്ടിട്ട് എനിക്ക് തന്നതാണ് വരയ്ക്കാൻ. പക്ഷെ അതൊന്നും ശരിയായില്ല, ഷെയ്ഡിങ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കൊടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഷെയ്ഡിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. ഇതൊക്കെ ഷെയ്ഡിങ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. ഇതെനിക്ക് ആദ്യം കിട്ടിയ ഒരു കസ്റ്റമർ വർക്കാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഷെയ്ഡിങ് ഒന്നും അത്ര കറക്റ്റ് അല്ല, ഷെയ്ഡിങ് ഒന്നും നേരെ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ കൊടുത്തില്ല. ഇത് ഞാൻ വരച്ചത് 30/5/2020. ഇതിൽ പക്ഷേ കുറച്ചും കൂടെ ഷെയ്ഡുണ്ട്. ഞാൻ ഏത് ഷെയ്ഡിങ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം ഞാൻ വരച്ചതാണ്. വരച്ചപ്പം കുറച്ചൊക്കെ ഷെയ്ഡിങ് ഉണ്ട് ഇതിൽ. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ വരച്ചത് 8/7/2020. ഇതിലും മറ്റേ പിക്കിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ട്. ഇതിപ്പം വെട്ടമുള്ളതുകൊണ്ടാണ് നേരെ കാണാൻ പറ്റാത്തത്. ഇത് ഞാൻ 19/6/2020 വരച്ചതാണ്. ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ട് വരച്ചതാണ്. അത് ആ ഷെയ്ഡിങ്ങൊക്കെ നല്ല ഡാർക്കായിട്ടൊക്കെ കൊടുത്തിട്ട് സമയമെടുത്ത് വരച്ച ഫോട്ടോകളാണ് ഇതൊക്കെ. ഇത് 21/6/2020 വരച്ചതാണ്. ഇത് സൂര്യയുടെ ബർത്ത്ഡേക്ക് ഞാൻ വരച്ചതാണ്. സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. ഇത് 5/7/2020 വരച്ചതാണ്. ഇതിൽ കുറച്ചൊക്കെ ഷെയ്ഡിങ് ഉണ്ട് കേട്ടോ. ഇത് ദുൽഖർ സൽമാൻ. ഇത് വരച്ചിട്ടുള്ള 12/7/2020 ഞാൻ ഈ ഫോട്ടോ വരച്ചത്. കണ്ടോ, ഞാൻ വരച്ച ഷെയ്ഡിങ് എത്തിക്കൂടെ ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഫോട്ടോ വരയ്ക്കാൻ നോക്കുന്നെങ്കിൽ അത് ഒരുപാട് ടൈം എടുത്തിട്ട് വരയ്ക്കണം. അപ്പം അത് നമ്മൾ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടും കുറച്ചും കൂടി ഡാർക്കായിട്ട് വരച്ച പിക്ക്. ഇത് സരോജനായിട്ട് വരുന്നു. നേരത്തെ പിക്കിനെക്കാട്ടി ഇതുകൂടെ ഡാർക്കല്ലേ. ഇതിപ്പോൾ അത്ര അറിയാൻ പറ്റുന്നില്ല. പിന്നെ വെട്ടടിക്കുന്നുണ്ട്, വെട്ടടിക്കുന്നുണ്ട്, അതാണ് അറിയാൻ പറ്റാത്ത. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് കേട്ടോ. ഇതും ഞാൻ കുറച്ച് ടൈം എടുത്ത് വരച്ചതാണ്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അതുകൊണ്ട് അതിൽക്കൂടെ ഇവിടെ ഹെയറും ഷെയ്ഡൊക്കെ എത്തിക്കൂടി ഉടുപ്പിൻ്റെ ഷെയ്ഡൊക്കെ നേരെ വെച്ചെങ്കിൽ ഇത് നല്ല നല്ല ഫോട്ടോയാണ്. കുറച്ച് ടൈം എടുത്തിട്ട് വെച്ച് കാണിക്കാനുള്ള ഒരു അഭിപ്രായത്തിൽ വരച്ചത്. ഇതൊക്കെ ഇവിടെ ഷെയ്ഡിങ് വേണമായിരുന്നു, എന്നൊക്കെ ഇത് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്കായിരുന്നു. ഇത് 15/10/2020 ഞാൻ വരച്ചതാണ്. ഇതും കുറച്ച് സമയത്തെടുത്ത് വരച്ചതാണ്. പക്ഷേ നേരത്തെ മുമ്പ് വരച്ചതിനെക്കാട്ടിയും കുറച്ചുകൂടി ഷെയ്ഡിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 18/7/2020 വരച്ചതാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരുപാട് ടൈം എടുത്തിട്ട് ഞാൻ വരച്ചതാണ്. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പെൻസിലും ഹൈലൈറ്ററും അങ്ങനത്തെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എറേസർ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തത്. പെൻസിലും എറേസർ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഡാർക്ക് ഒക്കെ കൊടുത്തിട്ടില്ലേ, ഞാൻ ചാർക്കോൾ പെൻസിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ 10B ആണ് യൂസ് ചെയ്തത്. ഈ പടം വരച്ചപ്പോഴാണ് എൻ്റെ പെൻസിൽ ഇങ്ങനെയായത്, ഇങ്ങനത്തെ ഒരവസ്ഥയായത്. ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് വരച്ചത്. ഇത്
9/10/2021 ഞാൻ വരച്ചതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ പോയി കാണുക. പിന്നെ ഈ പിക്ക് ഇതും പിന്നെ ഈ പിക്ക് ഈ 2 ഫോട്ടോകളും ഞാൻ വരച്ചത് 4 മണിക്കൂറിലാണ്. ഞാൻ ടൈമർ വെച്ചിട്ടാണ് ഈ ഫോട്ടോ രണ്ടും ഞാൻ വരച്ചത്. 4 മണിക്കൂർ കൊണ്ട് വരച്ചതാണ്. പക്ഷേ ഔട്ട്ലൈനൊക്കെ കറക്റ്റായിട്ടുണ്ട്, ഷെയ്ഡൊക്കെ ശരിയായിട്ടില്ല. പെട്ടെന്ന് 4 മണിക്കൂർ കൊണ്ട് ഞാൻ വരച്ചതാണ്. ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കളർ പെൻസിൽ കിട്ടിയപ്പോൾ ഞാൻ ഫസ്റ്റ് വരച്ച കളർ പെൻസിൽ സ്കെച്ചാണിത്. പക്ഷേ ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇത് കൂടി ആദ്യമായിട്ടാണ് എങ്കിലും ഞാൻ നന്നായിട്ട് വരച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ വെച്ചിട്ടുള്ളതാണ്, ഇപ്പം ഞാൻ ഓരോ സ്കിന്ന് നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഉണ്ടാക്കി നോക്കണം. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വരച്ച കളർപ്പെടുത്തുന്നത്. ഇനി ഒന്നും കൂടി ഉണ്ടായിരുന്നു, അത് കസ്റ്റമറാക്കണം. അത് അവർക്ക് എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും ബൈ.